വാസുട്ടാ, ഇപ്പൊ എങ്ങാനും വല്ല യുദ്ധം വരാനുള്ള സാധ്യത ഉണ്ടോ? എന്തേ? അതിനു മുമ്പ് രാജിവെച്ച് സ്ഥലം വിടാനാ? അതൊന്നും അല്ലാന്ന്. നമ്മളെത്ര കൊല്ലായി പട്ടാളത്തിൽ വന്നിട്ട് ഇന്ന് വരെ ഒരു പൂച്ചനെ പോലും വെടിവെക്കാനുള്ള യോഗം നമുക്ക് ഉണ്ടായിട്ടില്ല. പൂച്ചയെ വെടിവെക്കാനായിരുന്നെങ്കിൽ പട്ടാളത്തിൽ ചേരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഗഫൂർക്ക? നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ പൂച്ചകൾ ഉണ്ടായിരുന്നല്ലോ. എന്റെ ഒരു തമാശ. എടോ, യുദ്ധത്തിൽ പങ്കെടുത്ത് 10 ശത്രുക്കളെ വകവരുത്തിയാല് ഇവിടുന്ന് വിരമിച്ച് വല്ല ജ്വല്ലറിക്കും സെക്യൂരിറ്റി നിൽക്കുമ്പോ 10 പേരോട് പറയാനൊരു സുഖമുള്ളൂ. എന്തായാലും വേണ്ടില്ല, ഞമ്മക്ക് കുറച്ച് ശത്രുക്കളെ കൊന്നേ മതിയാവും. ശത്രുക്കൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഗഫൂർ, ഗെറ്റ് റെഡി, കമാൺ. പടച്ചോനെ, കുടുങ്ങിയോ? പണ്ടാരടങ്ങാൻ ഈ പായമാർക്ക് നുഴഞ്ഞു കയറങ്ങേണ്ട സമയേ. മേജർ, നമുക്ക് തീരെ സുഖല്ല. വയറിളക്കോ, ഭയങ്കര വയറിളക്കോ, വയറ് ലൂസ്. ഒരു ബോംബ് എടുത്ത് കയ്യിൽ വെച്ചു. പടച്ചോനെ, ബോംബോ? അല്ല, നമ്മളെ കൈയും കാലും വരക്കണല്ലോ. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് ശത്രുക്കളെ കൊല്ലാൻ മുട്ടിയിട്ട് നിവൃത്തിയില്ലാന്ന്? എന്നിട്ടിപ്പോ പേടിച്ച് വയറിളകി പോയോ? ഒന്ന് പോലെ അവിടുന്ന്. പേടിയോ ഞമ്മക്കോ? മേജർ, കപൂർ റെഡി. ധൈര്യം കൈവിടരുത്, നമ്മൾ അവരെ തുരത്തും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ക്വിസ് മത്സരം നടത്താൻ പറ്റിയ സമയം. ചോദിക്കൂ മേജർ. നമ്മളുടെ ഈ യാത്രയിൽ എന്റെ കയ്യിലുള്ള ബോംബ് പൊട്ടി ഈ കാർ തവിട് പൊടിയായാൽ എന്തു ചെയ്യും? ഗഫൂർ, ആൻസർ മീ. നോ പ്രോബ്ലം. അഥവാ സാറിന്റെ കയ്യിലെ ബോംബ് പൊട്ടിയാലും ഒരു കുഴപ്പമില്ല. വാട്ട്? അതേന്ന്, ഒരു ബോംബ് നമ്മളെ കയ്യിലുണ്ടല്ലോ.